നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത പുതുക്കാടിലെ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പാലക്കാട് സ്വദേശി. മണലി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട കാർ 7ാം ദിനം പുറത്തെടുത്തു. ദൗത്യം പൂർത്തിയാക്കിയത് അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന്. മണ്ണമ്പേട്ടയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ വീണ് യുവാവിന് പരിക്ക്. കാൽനട യാത്രക്കാർക്ക് ഡേഞ്ചർ സോണായി ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷൻ. സുരക്ഷ വേണമെന്ന് യാത്രക്കാർ. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് വിവിധയിടങ്ങളിൽ CPM പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത പുതുക്കാടിലെ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് പുതുനഗരം സ്വദേശി തോട്ടിങ്കൽ വീട്ടിൽ സുന്ദരനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ് സംഭവം. വാഹനത്തിലെ സ്റ്റിയറിംഗിലേക്ക് കുഴഞ്ഞു വീണ് കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 8:30 സമീപത്തെ വ്യാപാരികളാണ് സംഭവം ആദ്യം കണ്ടത്. ഉടൻ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മണലി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട കാർ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ പുറത്തെടുത്തു. പുതുക്കാട് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി കാർ കരയിലേക്ക് കയറ്റിയത്. ഈ മാസം 5-നാണ് ചാവക്കാട് സ്വദേശിയായ സിനാൻ എന്ന LLB വിദ്യാർത്ഥി ഓടിച്ചിരുന്ന ഇലക്ട്രിക് കാർ അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് പിന്തുടർന്നു വന്ന കാർ മടവാക്കര കാച്ചക്കടവിൽ വളവുള്ള ഭാഗത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന സിനാൻ ഡോർ തുറന്ന് ചാടി രക്ഷപ്പെട്ടെങ്കിലും കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. അപകടം നടന്ന് 6 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുഴയിൽ ചൂണ്ടയിടാൻ എത്തിയവർ കാർ കണ്ടെത്തിയത്. അപകടം നടന്ന കാച്ചക്കടവിന് താഴെ 200 മീറ്റർ നീങ്ങിയാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കാർ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പുതുക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കാർ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ശക്തമായ ഒഴുക്കിനെ അതിജീവിച്ച് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി കാർ പുറത്തെടുക്കുന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KS സുജീന്ദ്രന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത് C, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജിബിൻ ജോസഫ്, വിജീഷ് V, അനന്തു, സുൽഫിക്കർ അലി, ഹോംഗാർഡുമാരായ രാജീവ്, രമേശ്, ശശി KS എന്നിവരോടൊപ്പം നാട്ടുകാരും ദൗത്യത്തിൽ പങ്കുചേർന്നു. SI പാട്രിക്, SI നിയാസ്, CPO നവീൻ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസും വാർഡ് മെമ്പർ ശ്രീനാഥും സ്ഥലത്തെത്തിയിരുന്നു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുകിണർ വൃത്തിയാക്കുന്നതിനിടെ വീണ് യുവാവിന് പരിക്ക്. വട്ടാണത്ര സ്വദേശി സിബിക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച 12 മണിയോടെയായിരുന്നു അപകടം. കിണർ വൃത്തിയാക്കി തിരിച്ചു കയറുന്നതിനിടെ കാൽ വഴുതി കിണറ്റിനുള്ളിൽ ചാരി വെച്ചിരുന്ന ഇരുമ്പ് കോണിയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി കാലിന് പരിക്കേറ്റ് കുടുങ്ങിക്കിടന്ന സിബിയെ പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെത്തിച്ചത്. പിന്നീട് ഇയാളെ മണ്ണമ്പേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുജീന്ദ്രൻ, സീനിയർ ഫയർ ഓഫീസർ C രഞ്ജിത്ത്, ഫയർമാൻമാരായ വിജീഷ്, അനന്തു, ജിതിൻ ജോസഫ്, ഹോംഗാർഡുമാരായ രാജീവ്, രമേശ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിനായി ഉണ്ടായിരുന്നത്. കാൽനട യാത്രക്കാർക്ക് ഡേഞ്ചർ സോണായി ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷൻ. അമിത വേഗത്തിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് നെല്ലായിയിൽ യാത്രക്കാർ റോഡ് കുറുകെ കടക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് ഡേഞ്ചർ സോണായി ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷൻ. അമിത വേഗത്തിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് നെല്ലായിയിൽ യാത്രക്കാർ റോഡ് കുറുകെ കടക്കുന്നത്. പലപ്പോഴും ജീവൻ മുറുകെ പിടിച്ചാണ് ദേശീയപാത നെല്ലായിയിൽ കുട്ടികളും പ്രായമായവരുമടക്കം ദേശീയപാതയ്ക്ക് കുറുകെ കടക്കുന്നത്. ദൂരെ നിന്നും വരുന്ന വാഹനങ്ങളുടെ വേഗത കണക്ക് കൂട്ടാൻ കഴിയാതെ അപകടത്തിൽപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുപ്ലിയം സ്വദേശിയായ
92 വയസ്സുള്ള ജോർജ് എന്ന വയോധികൻ ഇവിടെ ലോറിയിടിച്ച് മരിച്ചത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ബസ് ഇറങ്ങി റോഡിന് കുറുകെ കടക്കുമ്പോഴായിരുന്നു അപകടം. ആനന്ദപുരം ഇരിങ്ങാലക്കുട റോഡിലേക്ക് പ്രവേശിക്കുന്ന നെല്ലായി ജംഗ്ഷനിൽ ഇരുവശത്തും സ്വകാര്യ ബസ്സുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകൾക്കും സ്റ്റോപ്പ് ഉള്ളതാണ്. ഇരുവശത്തും യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും ദേശീയപാതയിലെ ഡ്രൈനേജുകൾക്ക് മുകളിലേക്കാണ്. ഡ്രൈനേജിന് മുകളിലെ തകർന്നു കിടക്കുന്ന സ്ലാബുകൾ പലപ്പോഴും ഇവർ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട്. ചാലക്കുടി ഭാഗത്തെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നവരും ബസ്സിൽ കയറാനുള്ളവരും ദേശീയപാത കുറുകെ കിടക്കുന്നത് ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവൻ മുറുകെ പിടിച്ചാണ്. ഇവിടെ വാഹനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളും സീബ്ര ലൈനും വേണമെന്ന് ദേശീയപാത അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടതായി വാർഡ് മെമ്പർ KS ജോൺസൺ പറഞ്ഞു. ഈ ആനന്ദപുരം റോഡ് ജംഗ്ഷനിൽ ജനങ്ങൾ ഇവിടെ ബസ് സ്റ്റോപ്പാണത്. ഓർഡിനറി ബസ്സിൻ്റെ സ്റ്റോപ്പാണ്. പ്രൈവറ്റ് ബസ്സുകളിലും സ്റ്റോപ്പുണ്ട്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു സീബ്ര ലൈൻ പോലും ഇട്ടിട്ടില്ല. മുൻപ് സീബ്ര ലൈൻ ഉണ്ടായിരുന്നു, പിന്നീട് റോഡ് റീടാറിംഗ് ഒക്കെ വന്നപ്പോൾ അത് പോയി. പിന്നെ ഒരു സിഗ്നൽ സംവിധാനം ഇല്ല. ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച ഒരു വയസ്സായ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു. അപകടങ്ങൾ സ്ഥിരം പതിവാണ്. അടിയന്തരമായിട്ട് ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനും സീബ്ര ലൈൻ ഇടാനും ഹൈവേ അതോറിറ്റി നടപടി ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ ഇരുവശത്തും സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും യാത്രക്കാരെ കയറ്റാനും ഇറക്കാനുമായി വാഹനം നിർത്തുന്നത് പലപ്പോഴും പുറകിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും ഇടയാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ദേശീയപാതയുടെ 60% ഭാഗം അപകട സാധ്യത മേഖലകളാണെന്നാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പഠനത്തിൽ പറയുന്നത്. ഇതിൽ തന്നെ തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത മേഖലകളുള്ളത്. 2025 നാറ്റ്പാക് റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ദേശീയപാതയിൽ 400 കാൽനട അപകട സാധ്യത ഇടങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 62% ഇടത്തിലും സീബ്ര ലൈനുകളോ നടപ്പാതകളോ ക്രോസിംഗ് പാലങ്ങളോ ഇല്ല. ദേശീയപാതകളുടെ നിർമ്മാണത്തിലും നവീകരണത്തിലും പലപ്പോഴും കാൽനട യാത്രക്കാരുടെ സുരക്ഷ അവഗണിക്കപ്പെടുകയാണ്. നെല്ലായിയിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യങ്ങളുടെ കുറവും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അപര്യാപ്തതയും പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദേശീയപാത നെല്ലായി ജംഗ്ഷൻ ഒരു ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളാണ് നെല്ലായി ജംഗ്ഷനെ ഒരു ബ്ലാക്ക് സ്പോട്ടാക്കി മാറ്റുന്നത്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന യാത്രക്കാരും ഒപ്പം തൃശ്ശൂരിലേക്ക് പോകുന്ന യാത്രക്കാരും ഒക്കെ തന്നെ ബസ് കയറാനും ഇറങ്ങാനും ഉപയോഗിക്കുന്നത് ദേശീയപാതയിലെ ഈ ഡ്രൈനേജ് സംവിധാനങ്ങളുടെ മുകളിലാണ്. തുറന്നു കിടക്കുന്ന ഡ്രൈനേജുകളുടെ മുകളിലേക്കാണ് ബസ്സിൽ നിന്നിറങ്ങുന്ന യാത്രക്കാർ ഇറങ്ങുന്നതും ബസ് കയറാൻ നിൽക്കുന്നതുമൊക്കെ. ഇത് വലിയ അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഒപ്പം നെല്ലായി ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് ബസ് കയറാനായി ഈ ദേശീയപാത കുറുകെ കിടക്കുന്നതും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒട്ടും തന്നെ ഇവിടെ ഒരു അപകട സൂചനാ ബോർഡുകളോ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ സീബ്ര ലൈനോ ഇല്ലാത്തതാണ് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നത്. എത്രയും വേഗം ദേശീയപാത അധികൃതർ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14 രാവിലെ 6:30 ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളിച്ചുറ്റി പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ ചടങ്ങുകൾ നടക്കും. കൂടുതുറക്കൽ ശുശ്രൂഷകൾക്കും തിരുക്കർമ്മങ്ങൾക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേസൺ കൂനംപ്ലാക്കൽ നേതൃത്വം നൽകും. 15 തിരുനാൾ ദിനത്തിൽ രാവിലെ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ഡേവിസ് പട്ടത്ത് ഊട്ട് ആശീർവാദം നിർവഹിക്കും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്തും ഫാദർ എഡ്വിൻ ഐനിക്കലും കാർമ്മികരാകും. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 8 ഉച്ചയ്ക്ക് 1 ഉച്ചതിരിഞ്ഞ് 3 വൈകിട്ട് 4 തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് നേർച്ച ഊട്ട്. തിരുനാൾ ദിനത്തിൽ തൃശൂർ, ആമ്പല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നും വേലൂപ്പാടത്തേക്ക് വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
8ാം ദിനമായ ഓഗസ്റ്റ് 22 രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ മാളിയമ്മാവ് കാർമ്മികനാകും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ, കൈക്കാരന്മാരായ ബേബി വാഴക്കാല, തോമസ് മുട്ടത്ത്, ജേക്കബ് നടുവിൽപീടിക എന്നിവർ പങ്കെടുത്തു. കാർമ്മികത്വം വഹിക്കുന്നതാണ്. എഡ്വിൻ ഐനിക്കൽ സഹകായ കാർമ്മികനായിരിക്കും. അതുപോലെ തന്നെ അജിത് കൊടന്നൂരച്ഛൻ അതിരൂപത അസിസ്റ്റന്റ് പ്രൊക്രേറ്റർ, അദ്ദേഹം വചന സന്ദേശം നൽകുന്നതായിരിക്കും. അന്നേ ദിവസം തുടർച്ചയായിട്ട് 6 വിശുദ്ധ ബലികൾ ഉണ്ടായിരിക്കുന്നതാണ്. നാളെ ഈ ഊട്ടിനോടനുബന്ധിച്ചിട്ട് ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, തൃശ്ശൂർ ഡിപ്പോകളിൽ നിന്ന് KSRTC അതുപോലെ പ്രൈവറ്റ് ബസ്സുകളും ഉണ്ടായിരിക്കും. സ്പെഷ്യലായിട്ട് ബസ്സുകൾ ഓടുന്നതാണ്. തീർത്ഥാടകർക്ക് വരുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും പ്രത്യേകം ഊട്ടുതിരുനാളിലേക്ക് സ്വാഗതം ചെയ്യും. സെന്റ് ജോസ് തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനനുബന്ധമായ പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ വികാരിച്ചനും കൈക്കാരനും ഞങ്ങളെ സാധനം ക്ഷണിച്ചു കഴിഞ്ഞു. അന്നത്തെ എല്ലാ ഡീറ്റെയിലുകളും ഉൾപ്പെടുത്തി. കൂടാതെ എല്ലാ ബുധനാഴ്ചകളിലും 6:30 AM കുർബാന, തുടർന്ന് 10 മണിക്ക് ആരാധന, തുടർന്ന് ദിവ്യബലി, ഉച്ചയ്ക്ക് കൂട്ടുനേർച്ച. എല്ലാ ആഴ്ചകളും യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി വരുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നു. എല്ലാവരെയും എല്ലാ ബുധനാഴ്ചകളിലും യോഗസ്റ്റ് ബാൻഡ് ഊട്ടുതിരുനാളിനും തീർത്ഥാടകരെയും തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് CPM മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MR രഞ്ജിത്ത്, PC ഉമേഷ്, PK രാജൻ, മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CV രവി, LDF കൺവീനർ PK കൃഷ്ണൻകുട്ടി, മഹിളാ അസോസിയേഷൻ നേതാക്കളായ ദിവ്യ സുധീഷ്, VU ഗിരിജ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ വൃന്ദ ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിലെ 872 കാര്യങ്ങൾ, 900 കാര്യങ്ങളിൽ 872 ഇനങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. അത് ജനങ്ങൾക്ക് മുൻപാകെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന നിലയിൽ അവതരിപ്പിച്ചതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ യോഗം CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ലോക്കൽ സെക്രട്ടറിമാരായ KD അപ്പച്ചൻ, അൻവർ സാദിഖ, CPI കൊടകര ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ്, CM ബബീഷ് എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് CPM പറപ്പൂക്കര പഞ്ചായത്ത് നെടുമ്പാളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. നെല്ലായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ലാലു അധ്യക്ഷത വഹിച്ചു. ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ഗോപിക ബാബുവിന് ചടങ്ങിൽ ജന്മനാടിന്റെ സ്വീകരണവും നൽകി. പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR രാജൻ, ലോക്കൽ കമ്മിറ്റി അംഗം KS ഹെനിൽ, ഏരിയ കമ്മിറ്റി അംഗം PD നെൽസൺ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് CPM അളഗപ്പനഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മണ്ണമ്പേട്ട വൈദ്യശാല സെന്ററിൽ നടന്ന പൊതുയോഗം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. PK വിനോദൻ അധ്യക്ഷനായി. സോജൻ ജോസഫ്, P ഗോപിനാഥൻ, AS ജിജി, സജന ഷിബു എന്നിവർ പ്രസംഗിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3 മുറി കുഞ്ഞാലിപ്പാറ മുതൽ ചാറ്റലാംപാടം വരെ മഴ നടത്തം സംഘടിപ്പിച്ചു. കുഞ്ഞാലിപ്പാറയിൽ റേഞ്ച് ഓഫീസർ ദേവിക സംഘമിത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിപാടിക്ക് മുന്നോടിയായി മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ഉദ്ഘാടന യോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു.
മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ, മുൻ പഞ്ചായത്ത് അംഗം MS സുമേഷ്, മേഖലാ സെക്രട്ടറി AT ജോസ്, ജില്ലാ IT കൺവീനർ അമൽ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമായി 200-ലധികം പേർ മഴ നടത്തത്തിൽ പങ്കെടുത്തു. മഴ നനഞ്ഞ പ്രകൃതിയെ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച യാത്രയിൽ കോടശ്ശേരി മലനിരകളുടെ ജൈവവൈവിധ്യം പ്രധാനമായും ചർച്ചയായി. മലനിരകളിലെ വൻ വൃക്ഷങ്ങളിൽ പടർന്നു പന്തലിക്കുന്ന അധിനിവേശ വള്ളിപ്പടർപ്പുകളെക്കുറിച്ചുള്ള ആശങ്കയും യാത്രികർ പങ്കുവച്ചു. യാത്രയിലുടനീളം പക്ഷി നിരീക്ഷണത്തിനാവശ്യമായ അടിസ്ഥാന അവബോധം സൃഷ്ടിക്കാനും സാധിച്ചു. ആറേശ്വരം മല മുറിച്ചു കടന്ന യാത്രികർ വൈകിട്ട് ചാറ്റലാംപാടത്ത് എത്തിച്ചേർന്നു. മലകളാൽ ചുറ്റപ്പെട്ട ചാറ്റലാംപാടത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചും മഴയിൽ മലകളിൽ നിന്ന് രൂപപ്പെടുന്ന നീരൊഴുക്കിൽ ഇറങ്ങിയും യാത്ര സമാപിച്ചു. സമാപന യോഗം പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം MK ബാബു അധ്യക്ഷത വഹിച്ചു. കോടശ്ശേരി മലനിരകളുടെ ജൈവവൈവിധ്യത്തെ കൂടുതൽ അറിയുന്നതിനും ചാറ്റലാംപാടം ഉൾപ്പെടെയുള്ള കാവനാട് പാടശേഖരങ്ങളുടെ ജലസംഭരണശേഷി പഠിക്കുന്നതിനുമുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. TV ഗ്രീഷ്മ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. PK അജയകുമാർ, ഇന്ദ്രജിത്ത് കാര്യാട്ട് എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര PVSHSSൽ ഇരിങ്ങാലക്കുട ഉപജില്ലാ ഫെൻസിംഗ് മത്സരം സംഘടിപ്പിച്ചു. ചടങ്ങ് പ്രിൻസിപ്പൽ ലേഖ N മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ TS മുരളി മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ഡമ്മി ജോൺ പ്രസംഗിച്ചു. അഭിരാം സുരേഷ്, TS ആൻ മരിയ, ഏഞ്ചൽ ടോണി, അനോജ് എന്നിവർ ജില്ലാതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുത്തു. പുതിയ കാലഘട്ടത്തിൽ ഉപരിപഠനം കഴിഞ്ഞിറങ്ങുന്നവർ ജോലി അന്വേഷകരാകാതെ സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിച്ച് തൊഴിൽ ദാതാക്കളാകണമെന്ന് മന്ത്രി റോജി M ജോൺ പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോളേജ് സ്ഥാപക മാനേജറും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സീന മാത്യൂസ് വിദ്യാർത്ഥികൾക്ക് ബിരുദദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിമി വർഗീസ്, പ്രോഗ്രാം കൺവീനർ പ്രൊഫസർ ഡോക്ടർ നൈസ് മേരി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കലാലയത്തിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകളും അവാർഡുകളും വിതരണം ചെയ്തു. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തൃശ്ശൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ PhD കരസ്ഥമാക്കിയ MP പരമേശ്വരൻ 1957 മുതൽ 1975 വരെ ബാർഗിൽ ശാസ്ത്രജ്ഞനായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. നിരവധി വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരിസ്ഥിതി, ഊർജ്ജ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ ആഴമുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള പരമേശ്വരൻ 4ാം ലോക സിദ്ധാന്തം അവതരിപ്പിച്ചതിനെ തുടർന്ന് CPIMൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. ആലപ്പാട്ട് തെക്കേതല ഫാമിലി ട്രസ്റ്റിന്റെ 20ാം വാർഷികം ആഗസ്റ്റ് 15-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് പറപ്പൂക്കര സെന്റ് ജോൺ നെബിംസിയാൻ ഫൊറോന ദേവാലയത്തിൽ മാർ ജോയ് ആലപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സമൂഹബലിയോടെ ചടങ്ങ് ആരംഭിക്കും. തുടർന്ന് പറപ്പൂക്കര ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് പ്രസിഡന്റ് ജോസ് തെക്കേത്തല അധ്യക്ഷനാകും. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സന്യസ്ത ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും 25-50 വർഷങ്ങൾ പൂർത്തീകരിച്ചവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജോസ് തെക്കേത്തല, സൈജൻ ആലപ്പാട്ട്, ടിയോ ജോൺ, വർഗീസ് തെക്കേത്തല എന്നിവർ പങ്കെടുത്തു. നിങ്ങൾക്ക് നമ്മൾ 20 വർഷമായിട്ട് ചില നമ്മൾ കുടുംബയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും. ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അത് നിർന്നു പോകുന്ന നിർജീവമായ കാലഘട്ടമാണ്. ഇന്നിപ്പോൾ 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷം ഞങ്ങളിങ്ങനെ ഒരു ഒത്തുചേരൽ. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തീർത്ഥാടനം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹമൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് കാരണന്മാർ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ വിപരീതമായിട്ട് മക്കളെയും പെൺമക്കളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ നടത്തുന്നൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനും സമൂഹത്തിലേക്കും സഹായിക്കാനും ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എവരെയും ഹാർദമായി സ്വാഗതം ചെയ്യണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇത് നല്ല രീതിയിൽ മാധ്യമ കവറേജും അതോടൊപ്പം ഞങ്ങളെ നടത്തുന്ന അന്ന് വൈകിട്ട് നടത്തുന്ന സ്നേഹവിരുന്നിലേക്കും നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ 20ാം വാർഷിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലേക്ക് ഞങ്ങൾ എല്ലാ പത്രക്കാരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സഹായം നമുക്ക് വേണം. ഒരു വലിയ രീതിയിൽ നമുക്കൊരു സ്ഥലമായിട്ട് പത്രങ്ങളിലൊക്കെ വരത്തക്ക രീതിയിൽ ഉള്ളത് ചെയ്യണം. അതിന് എല്ലാവരും പരിപാടികളിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. എല്ലാവരും വരണം. ആവശ്യമുള്ള കവറേജ് തരണം എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. താങ്ക് യു. പൈതൃകം വിളിച്ചോതിക്കൊണ്ട് പറപ്പുകര രൂപം കൊണ്ട ഫാമിലി ട്രസ്റ്റിൻ്റെ 20ാം വാർഷികത്തിന് 2026 ആഗസ്റ്റ് 15 ശനിയാഴ്ച തിരിഞ്ഞ് 3:30 ചിക്കാഗോ രൂപത മെത്രാൻ മാർജോയ അയർപ്പാട്ടിൻ്റെ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ നടത്തുന്ന സമൂഹ ബലിയുടെ തുടക്കം കുറിക്കുന്നു. ദിവ്യബലിക്ക് ശേഷം പറപ്പുകര ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ജോസ് തെക്കത്തിലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യുന്നതും ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ആൻഡ്രു ആലപ്പാട് മുഖ്യാതിഥിയായിരിക്കുന്നതുമാണ്. ചടങ്ങിൽ കൊറോണ പള്ളി വികാരി റവറൻ ഫാദർ ബാപ്പേൽ പഞ്ഞിക്കാരൻ, പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ നേരുന്നതാണ്. ഇന്നത്തെ ചരിത്രത്തിൻ്റെ ഇടകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു കുടുംബ സമൂഹമാണ് ആലപ്പാട് തെക്കത്തിലെ ഫാമിലി. അത് ഈ വാർഷികം ആഘോഷിക്കുന്നത് പിതാവ് ചിക്കാഗോയിൽ നിന്ന് വരുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യാറുള്ളത്. കല്ലൂർ കിഴക്കേ സെന്റ് റാഫേൽസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സെന്റ് റാഫേൽസ് UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9495980545 9809 965-688 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ആനന്ദപുരം NSS കരയോഗം 51ാമത് വാർഷിക പൊതുയോഗം നടത്തി. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് R. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കമ്മിറ്റി അംഗം സോമൻ മുത്രത്തിക്കര സന്നിഹിതനായി. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമയിൽ നിന്ന് 2022-26 കാലയളവിൽ പൂർണ്ണ സ്കോളർഷിപ്പോടെ PhD നേടി മലയാളി ഡോക്ടർ സേതു കെ ദാസ്. ഇരിങ്ങാലക്കുട മാപ്രാണം രാജ ആൻഡ് രാജ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ദാസിൻ്റെയും ഡയറക്ടർ ബിന്ദുദാസിൻ്റെയും മകനാണ് ഡോക്ടർ സേതു കെ ദാസ്. പഠനകാലത്ത് പാർട്ട് ടൈം ജോലിയായി ടീച്ചിംഗ് ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിച്ച സേതു മികച്ച നേട്ടങ്ങളും പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. 28ാം വയസ്സിൽ അമേരിക്കയിലെ കോളേജ് ഓഫ് ചാൾസ്റ്റൺസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായ അദ്ദേഹം രാജ ആൻഡ് രാജാസ് ഗ്രൂപ്പ് ഡയറക്ടറായും പ്രവർത്തിക്കുന്നു. ഡോക്ടർ സേതു കെ ദാസിൻ്റെ സഹോദരി ഡോക്ടർ വിന്ദ കെ ദാസ് ആണ്. ഇവർ ചെങ്ങാലൂർ കൊല്ലിക്കര കുടുംബാംഗങ്ങളാണ്. രാപ്പാൾ സ്വദേശിനിയായ ഡോക്ടർ അനില M. മേനോന് മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്ന് കെമിസ്ട്രി വിഷയത്തിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി ബിരുദം ലഭിച്ചു. P. മുരളീധരൻ മേനോന്റെയും ബിന്ദു M. മേനോന്റെയും മകളാണ്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന് 2320 രൂപ വർദ്ധിച്ച് 1,13,760 രൂപയായി. ഗ്രാമിന് 290 വർദ്ധിച്ച് 14,220 രൂപയായി. സമീപകാലത്ത് ഒറ്റയടിക്ക് ഇത്രയധികം തുക വർദ്ധിക്കുന്നത് ഇത് ആദ്യമായാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ആദ്യ 11 ദിവസം പിന്നിടുമ്പോൾ ഈ മാസം മാത്രം പവന് 8000 രൂപയിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത്. വിപണിയിലെ ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ FTMന്റെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർവ്യൂ നടത്തും.
വെണ്ടൂർ വട്ടനാത്ര പൂക്കോട് വരാക്കര പള്ളി റോഡിൽ ദാത്രിക്കുളം ഭാഗത്തെ കൾവർട്ട് പൊളിച്ച് പുതുക്കി പണിയുന്നതിനാൽ ബുധനാഴ്ച മുതൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പണി പൂർത്തിയാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,100 രൂപയും പവന് 1,12,800 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് പൊന്മണിശ്ശേരി വർഗീസ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. മേഴ്സിയാണ് ഭാര്യ. സുസ്മിത, സിഗ്മ, സാൻഗ്വിൻ എന്നിവർ മക്കളും ജോസ്, ജോജോ, അനീറ്റ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത പുതുക്കാടിലെ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പാലക്കാട് സ്വദേശി. മണലി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട കാർ 7ാം ദിനം പുറത്തെടുത്തു. ദൗത്യം പൂർത്തിയാക്കിയത് അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന്. മണ്ണമ്പേട്ടയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ വീണ് യുവാവിന് പരിക്ക്. കാൽനട യാത്രക്കാർക്ക് ഡേഞ്ചർ സോണായി ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷൻ. സുരക്ഷ വേണമെന്ന് യാത്രക്കാർ. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് വിവിധയിടങ്ങളിൽ CPM പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.